ഇതൊരു വണ്ടി അങ്ങോട്ട് കേറി പോയില്ലോ. ഇതൊക്കെ ഏതൊക്കെ അങ്ങ് നമ്മുടെ അടിച്ചു. ആ വീടിന്റെ ബാക്കിൽ ഇറങ്ങിക്കാണ്, വീടിന്റെ ബാക്കിൽ ഇറങ്ങിക്കാണ്, വീടിന്റെ ബാക്കിൽ കോള് വെക്കണേ. നമ്മുടെ ടയർ പൊട്ടിച്ചോ. നേരെ പോ നേരെ പോ നേരെ പോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു വൃത്തിയായിട്ട റിഡ്ജാ. ഇവിടെ ഫൈറ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞ കേക്കോള് കേക്ക്. ഇതൊരു വൃത്തിയായിട്ട റിഡ്ജാ. നേരെ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. മാക്സിമം അവന്മാരെ കുറച്ചുകൂടെ വെളിയിലോട്ട് ഇറക്കാൻ നോക്കടാ. ഇവന്മാർ ഇവിടെ തന്നെ കളിപ്പിക്കാനുള്ള പ്ലാനാണ്. ഒരു വണ്ടി ഇറങ്ങി അടിക്കണം. അവനെ കൊണ്ട് ഇടിച്ചു കളയാൻ പറ്റൂടാ. മേളിൽ അടി വരുന്നേ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്ന അടി വരുന്നത്. അവന്മാർ ഇറക്കി നിർത്തിയേക്കോ. വീടിന്റെ മണ്ടയ്ക്കുണ്ടോ അവന്മാര്? എടാ എവിടെയെങ്കിലും ഫൈറ്റ് കമ്മിറ്റ് ചെയ്യണേ കോള് തരണേ പ്ലീസ് കേട്ടാ. അല്ല ഒരു കോള് പറഞ്ഞ് മാർക്കിട്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്തോ. ആ ഓക്കെ ഞാൻ എനിക്ക് കാണുന്നുണ്ട്. ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വ്യൂ ഉണ്ട്. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒറ്റ വണ്ടി, ഇവിടെ ഒറ്റ വണ്ടി. എന്റെ മാർക്ക് നോക്കുക. മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ കല്ലിനോട് കൊണ്ടുപോയി ഇവിടുന്ന് കിട്ടുമോ അടിക്കാൻ? നീ വേണം ടയർ ടയർ പോയതോ. നിങ്ങള് ചുമ്മാ ഇതാക്കും. ഇവന്മാര് ഇവിടെ ഓപ്പണിൽ ഇറങ്ങി അടിക്കൂടെ ഈ മണ്ടന്മാര്. ടയർ മാത്രം ടയർ മാത്രമേ റൈറ്റ് സൈഡിലുള്ള വണ്ടി ടയർ ഒട്ടി. നമുക്ക് ഉമ്മാരുടെ വണ്ടി മലയിൽ പിറ്റ് ചെയ്ത് തെറിപ്പിച്ചാലോ? അതെങ്ങനെയുണ്ട്? ഉമ്മാരെ അടിക്കാൻ വേണ്ടി ഇറങ്ങും. ഒരുത്ത അടിക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴത്തേക്ക് കാര്യമില്ല. അതൊന്നും ഡൗൺ ആവൂല. അതൊന്നും ഡൗൺ ആവുന്ന സാധനങ്ങളല്ല. എടാ ഞാൻ എന്റെ കോളേജ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നവന്മാരെ ഞാൻ മാർക്ക് ചെയ്ത റിഡ്ജിൽ അവന്മാർ ഇറങ്ങി വന്നായിരുന്നേ. അവിടെ നിന്ന് ഇറങ്ങി അടിക്കുന്നവന്മാരോടാണ് പറയണേ. എന്റെ മാർക്ക് നോക്കണേ. ഇറങ്ങി നിൽക്കുന്നവന്മാർ രണ്ടുപേരെടുത്ത് ഇവിടെ എല്ലാം കൂടെ കുത്തിയിട്ട് റൈറ്റ് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. നല്ല കോളടാ. നീല റൈറ്റ് വഴി കയറാം നമുക്ക്. ഇവിടെ കുത്തി ചാവൂടാ. എന്റെ മാർക്കുണ്ട് ഇവിടെ. അത് എല്ലാരും ഒരിടത്ത് നിൽക്കുമല്ലോടാ. അവിടെ കുത്തിയ മണ്ടത്തരവാ. ഈ റിഡ്ജിൽ അടിച്ചാലോ? എവിടെ അടിച്ചാലോ? ആ വണ്ടി അടിച്ചാലോ? വണ്ടി അടിച്ചാലോ? അണ്ണാ ആക്സ് അടിച്ചാ ഹീൽ അടിച്ചേ. ഇല്ലല്ലേ. എനിക്ക് ഇപ്പൊ അടി കിട്ടി. എനിക്ക് നമ്മളെ ആൾക്കാർ എത്ര ഉണ്ടല്ലോടാ. അമ്മാര് അവിടെ തന്നെ നിൽക്കുക. ഇല്ല നമ്മള് കാര്യം പറയാം. ഓപ്പോസിറ്റ് സൈഡ് ഏത് പോയിന്റിൽ നമ്മൾ കുത്തിയാലും അമ്മാര് ഒരുമിച്ച് നമ്മളെ പുഷ് ചെയ്യും. ഉറപ്പാണ്. നൈസറാ നൈസറാ. ഞാൻ വെയിറ്റ് എനിക്ക് നല്ല അടി കിട്ടി. അടിയാ എടാ തട്ടിയിടല്ലേടോ.
എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്. ഡൗണേ ഡൗണേ അടുത്തോൺ ഡൗൺ അടുത്തോൺ ഡൗൺ കഴിഞ്ഞോ കല്യാൺ സിക്സിൽ വല്ല പോടാ ജോലി എടുക്കാൻ. എല്ലാത്തിനും കത്തി നിന്റെ കിഴപ്പങ്ങ് തീർന്നോ? എടാ കടുവാക്കുണ്ണേൽ അവന്റെ ഒക്കെ കഴ വർത്താനം. എല്ലാരും ഒന്ന് വട്ടത്തിട്ട് കത്തിക്കേ. എടാ ഇവന് യു ഹാവ് ബീൻ കിക്ക്ഡോ. കണ്ണാപ്പി കിക്ക് ചെയ്തോ. എടാ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പിള്ളേരെ അടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. വേറെ ഞാൻ നിന്റെ അടുത്ത് വേറെ ഒന്നും പറയണില്ല. അത് എന്റെ ട്രിഗറിൽ ഞാൻ അറിയാതെ പറഞ്ഞ ട്രിഗർ ആയ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയണില്ല. നമ്മുടെ ബോഡി മാറ്റിയിട്ടുണ്ട്. ആണല്ല ഞാൻ കുറെ കത്തിച്ച് മാർക്കിലോട്ടോ എന്നാ എടി എന്നാ പെട്രോളും ഡീസലൊക്കെ വേസ്റ്റ് ആളില്ലാത്തപ്പോ മറ്റേ എടാ ഓക്സി ആളില്ലാത്തപ്പോ അടിച്ചിട്ട് മറ്റേ റീഎൻട്രി ചെയ്ത് കൊടുക്കാനേ അറിയും മറ്റേ ഏജ് മണ്ണയ്ക്ക്. ആളുള്ളപ്പോ അടിക്കാൻ പറ്റത്തില്ല കേട്ടാ. ആ എന്നാ ഞാൻ ഇവരെ പറ്റി പറഞ്ഞു. ഇല്ലില്ല ഞാൻ ചീത്ത വിളിച്ചില്ല. ഈ ഏജ് മണ്ണയ്ക്കൊക്കെ വേണ്ടി മറ്റേ കൈവൊക്കെ കിടക്കുന്ന ഇനിയിപ്പോ അമ്മമാർക്ക് വാറ് വിളിക്കാൻ പറ്റത്തില്ല. 1:41 ആയില്ലേ? ഒന്നുകൂടി ഡ്രാഗ് എടാ ഇതാരാണ് ഓരോരുത്തരും എടാ കയ്യിന്ന് പോത്തവരെ ഒന്നുകൂടി വേറെ ആരെയും ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ കുറെ പേരുണ്ടല്ലോ ഇവിടെ. ഇതെന്താ പ്രീവാറിൽ എന്താ ചെയ്യണ്ടേ? കണ്ണാപ്പിയാണോ? SRK ആണോ? ഇവിടെ ക്യാരി ചെയ്യുന്ന എങ്ങനെയാ കഴിച്ച? ഏതിലാത്തായിരുന്നു? ആ വണ്ടി അവൻ നടുക്കോട്ടിട്ട് കത്തിച്ചാലാ? ഇപ്പൊ വേണ്ട അവന്മാരുടെ വണ്ടി എടുത്താണ്. വണ്ടി എടുത്തിട്ട് പോലെ മരണം ഉറപ്പാണ്. അടിച്ചു പോകുന്ന ഓൾട്ട് ആണല്ലേ? ഓക്കെ. എനിക്ക് ഓൾട്ട് അടിച്ചിട്ട് ഒന്നും വരുന്നില്ലല്ലോ. ഇവരെ ക്യാരി ചെയ്യാനുള്ളതൊന്നും എന്റെ അപ്പം ബട്ടൺ ഏതോ മാറി കിടക്കോടാ. എന്റെ ആരാ ചത്ത് കേട്ടാ? ആരാ ചത്തേ അവിടെ? കത്തി ചത്തേ? മാറിയോ അല്ലല്ല നമ്മുടെ കുറച്ചുപേര് ഡൗൺ ആയി.
ഇവിടെ വന്നപ്പോഴേ അവന്മാര് ഇവിടുന്ന് പുഷ് ചെയ്തപ്പോഴേ ഞാൻ ഈ സൈഡിലോട്ട് പോയത് നമ്മുടെ പ്ലേയേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ ആ പാറയുടെ മണ്ടേ കൂടെ ഗ്യാങ് ഡ്രസ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. സത്യം പറയല ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇജാതി കൺഫ്യൂഷൻ ആയിരുന്നു. ഹോൾഡ് ചെയ്തിട്ടല്ലേ നമ്മളിങ്ങനെ പിടിച്ചത്. എടാ ഇനിയിപ്പോ ഇവന്മാർക്ക് വാറ വിളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇന്നിനി പറ്റത്തില്ല നാളെ അല്ലടാ ഓൾ ഡൗൺ ആയാലും പറ്റൂടാ ഇവിടെ വിളിക്കാൻ പറ്റുമല്ലോ. കൊറേ പേര് ഊരിയ വിട്ടതാണ്. ആ ഇന്നൊക്കില്ലല്ലോ. ഭയങ്കര കൊണയായിരുന്നല്ലോ വൈകുന്നേരം. ഹലോ 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 ഞാൻ ചാച്ചല്ല കിക്ക് ചെയ്യും കേട്ടാ. ചന്ദ്ര കത്തിപ്പോയെന്ന് പറഞ്ഞു. മീറ്റിംഗ് വിളിച്ച നമ്മളല്ല ബ്രോ അവരെ വിളിക്കണ്ട. മീറ്റിംഗ് അവരെ വിളിക്കണ്ട, നമ്മളല്ലല്ലോ വിളിക്കണ്ടേ. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സെർവറിൽ നിന്ന് ഇറങ്ങുന്നേ. ഹലോ ഞാൻ നമ്മളെ ചൗമാരുടെ കൂടെയൊക്കെ പോയിരുന്ന് എടാ അടിക്കുവായിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു വിക്കറ്റ് എടുത്ത് പോയി. ഞാൻ നോക്കും അവന്മാർ എന്റെ കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അടിക്കുവായിരുന്നു. എടാ വാ പിക്ക്